ഒരു പെൺകടുവ മീറ്റ് ചെയ്യണമെങ്കിൽ അവർ 3 വർഷമെങ്കിലും എടുക്കും നോർമലായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊന്നും അവർ മീറ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ 5-6 കുഞ്ഞുങ്ങളുണ്ടാകും, ചിലപ്പോൾ അത് നാച്ചുറൽ ഡെത്ത് ഉണ്ടാകും, ചിലപ്പം സ്വന്തം തള്ള തന്നെ കുഞ്ഞിനെ തിന്നാറുമുണ്ട്. കാരണം ബോഡി വീക്ക് ആകുന്നതനുസരിച്ച് ചിലപ്പം തള്ള തന്നെ തരും. ഈ പൂച്ചകളുടെ ഒരു വർഗ്ഗമല്ലേ. പിന്നെ എന്നാ വെച്ചാൽ ഇവൻ കഴിക്കുന്നത് കൂടുതൽ 2 പല്ല് മാത്രമേ ഫ്രണ്ടിലുള്ളൂ, ആ കോമ്പല്ല് മാത്രമേ ഉള്ളൂ. മറ്റ് മൃഗങ്ങളെപ്പോലെ ഇവൻ കടിച്ചോ ചവച്ചോ തിന്നാനുള്ള പല്ലില്ല. അതുകൊണ്ട് ഇവൻ ഈ പുഴു പിടിക്കുന്നതിനനുസരിച്ച് ഉരിഞ്ഞു കുടിക്കത്തേ ഉള്ളൂ. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഉരിഞ്ഞു കുടിക്കത്തേ ഉള്ളൂ. അല്ലാതെ കടിച്ച് വരിച്ച് അപ്പോഴേ ഫ്രഷായിട്ട് തിന്നുന്ന ആ ഒരു സ്വഭാവമില്ല. അതാണ് കടുവയുടെ ഒരു പ്രത്യേകത. മറ്റുള്ള മൃഗങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെപ്പേർഡാണെന്ന് പറഞ്ഞാലും ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞാലും ഇവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കൊണ്ട് തീർക്കും. പക്ഷേ ഈ നേരെ മറിച്ച് കടുവ അങ്ങനെയല്ല. ടൈഗർ വരാൻ ചാൻസ് ഉള്ള ഏരിയ അവിടുത്തെ ഗാർഡ്സിനും വാച്ചേഴ്സിനും ഒക്കെ അറിയാം. അപ്പോൾ ആ സ്ഥലത്ത് ക്യാമറ ഒരു ബോക്സിനുള്ളിലാക്കി, ഒരു ഇരുമ്പ് കൂടില്ല, അതായത് ഇരുമ്പ് ബോക്സിന്റെ ഉള്ളിലാക്കി ചങ്ങലയിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രോണിക് സ്മെല്ലും മനുഷ്യന്റെ സ്മെല്ലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഫ്ലാഷ് ഒക്കെ അടിക്കുന്നതുകൊണ്ട് ഇതിനെ ഈ ആന, കരടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡാമേജ് ആക്കും. അതിനാണ് ഈ ഇരുമ്പ് ബോക്സിന്റെ ഉള്ളിൽ ക്യാമറ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ടൈഗർ ഏതൊരു സാധനം പോയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോസ് എടുക്കും. ടൈഗർ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഫോട്ടോ കറക്റ്റ് കിട്ടും. നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ടൈഗറിന് ഓരോന്നിനും വെവ്വേറെ ഈ വരകൾ, അതിൽ വെച്ചാണ് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കടുവകൾ മനുഷ്യനെ ഓൺ ഫുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കടുവ നമ്മുടെ നേരെ നടന്നു കഴിഞ്ഞാൽ കടുവ ടെറിഫൈഡ് ആണ്. ഒരിക്കലും കടുവ മനുഷ്യന് നേരെ നിൽക്കില്ല, അവർ ഓടിപ്പോയി. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നടന്നു പോകുന്ന ആൾക്കാരുടെ നേരെ അവിടുന്ന് കടുവ നടന്നു വരുമ്പോൾ കണ്ടിട്ട് കടുവ ഓടിപ്പോണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കടുവ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് തന്നെ കാര്യം. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരാളെ കാപ്പിത്തോട്ടത്തിൽ പുല്ല് പറിക്കാൻ പോയ ഒരാളെ കൊന്നൊരു. അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം. കാപ്പിത്തോട്ടത്തിൻ്റെ അകത്തൂടെ പോയിട്ട് നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് ഗ്രാസ് ലാൻഡിനകത്ത് നിന്നിട്ട് അദ്ദേഹം പുല്ല് ചെത്തിയത്. അപ്പം ഒരു കടുവയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ, ഒരു പ്രിഡേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഹാബിറ്റായിട്ട് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഈ നല്ലൊരു പുൽമേടുള്ളത്. അപ്പോൾ പുൽമേടിൻ്റെ പ്രത്യേകത അവിടെ ഇഷ്ടംപോലെ മാനുകളും പന്നികളും ഒക്കെ ഇര തേടാനായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് പുല്ല് ചെത്തിയത് കൊണ്ടായിരിക്കാം പന്നിയായിട്ടോ മറ്റു മൃഗമായിട്ടോ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവന് പക്ഷേ ഈ കടുവ ആക്രമിച്ചെന്ന